സത്യമുള്ള ആത്മാക്കൾക്ക് മതി. ഇനി ഇവിടെ കല്ലറ പിരികൊടുത്തു. ഇതോടെ തീരണി നാടിന്റെ ശവം വേണ്ട. അതിന്റെ വരുംവരായികൾ അറിയാലോ. ചെയ്യരുത്, എന്ത് കാരണവുമാട്ടെ. വാക്കാൽ ഒരുപാട് നിന്നിച്ചതല്ലേ, മതി. നിങ്ങൾക്ക് ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ. മാതാവിന്റെ കരുണയും നിങ്ങളുടെ സിദ്ധിയും അത് മതി ഞങ്ങൾക്ക്. കല്ലറ അങ്ങനെ തന്നെ നിൽക്കട്ടെ. നിങ്ങൾ എന്തറിഞ്ഞിട്ടാ പറയുന്നേ? ഈ കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്ന ആളെ കാത്തിരിക്കുക അടുത്ത അവസരത്തിന് വേണ്ടി. തിന്മയും അതിന് കൂട്ടു നിൽക്കുന്നവരും തമ്മിലുള്ള കളിയാ ഈ ശാപക്കല്ലറ. അതിവിടെ ഉണ്ടെങ്കിലല്ലേ അവസാനിപ്പിച്ചാണ് ഞാൻ. അതിനെ വേദനിപ്പിച്ചിട്ടൊന്നും നേടാനാവില്ല. ആത്മാവിനെ വെല്ലുവിളിച്ച് ഇതൊക്കെ ചെയ്തിട്ട് നിർത്തണോ? ഒരുത്തലിവിടെ ജീവൻ കൊടുത്ത് കിടക്കുമ്പോ ഈ പഴച്ചച്ഛന് വേണ്ടി വാദിക്കാൻ നാണമില്ലടാ നിനക്ക്. എന്നാ പിടിച്ച് പള്ളിയിൽ പാടാമത്തെ 17-കാരിയെ പിഴപ്പിച്ച് കൊന്ന് ഈ നാറി ഇവിടെ അല്ല അടക്കേണ്ടത്. ഈ തന്തയിലെ കഴിവ് തെമ്മാടി കുഴിയിൽ അടക്കേണ്ടത്. ആരെയാടാ നീ തന്തയില്ലാത്തവനെന്ന് പറഞ്ഞത്? ആരെയാടാ? നല്ല തന്തയ്ക്ക് പിറന്നവൻ തന്നെയാടാ ഫാദർ റോഡ്രിഗസ്. 19 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുണ്ടായ പൊന്നോമന. ചെറുവിരലിൽ നിന്നും പിടിവിടാൻ പോലും മനസ്സ് വരാതെ ചങ്ക് കല്ലാക്കിയ അവന്റെ അപ്പൻ അവനെ സെമിനാരിയിൽ കൊണ്ടുവിട്ടത്. മാതാവിന് കൊടുത്ത ഒറ്റ വാക്കിന്മേൽ എല്ലാം തികഞ്ഞ പുരോഹിതനായപ്പോ അവന്റെ നന്മയെ തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഈ ഗ്രാമത്തിലെ വിട്ടിപ്പരിശകൾ അവനെ കെട്ടിത്തൂക്കി. എന്നിട്ട് കാലം കഴിഞ്ഞപ്പോ ഇതാ വീണ്ടും വന്നിരിക്കുന്നു അവന്റെ ഈ കല്ലറ പൊളിക്കാൻ. അല്ല, പൊളിക്കേണ്ടത് ഈ കല്ലറയല്ല, അവനെ പഴി പറഞ്ഞ് കെട്ടിത്തൂക്കിയ ആ നശിച്ച പള്ളിയാ പൊളിക്കേണ്ടത്. ഇനി റോമിന്നല്ല, അങ്ങ് സ്വർഗത്തിൽ നിന്ന് പുണ്യാളൻ നേരിട്ട് അവതരിച്ചാലും അവനെ തള്ളിപ്പറഞ്ഞ അവന്റെ വായടപ്പിച്ച ഈ പള്ളിയിൽ മറ്റൊരു പുരോഹിതന്റെ പെരുന്നാൾ ഓശാരം ഉയരില്ല. ഇനി ഉയരണമെങ്കിൽ ഇവിടെ റോഡ്രിഗസിന്റെ പേരിൽ മറ്റൊരു പള്ളി ഉയരണം. ഇല്ലെങ്കിൽ അവന്റെ ആത്മാവ് എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. നിങ്ങളുടെ റോഡ്രിഗസ് അച്ഛൻ എന്നെ വെറുതെ വിട്ടു കളഞ്ഞോ? ഈ ക്രൂശിതാത്മാക്കൾക്ക് തെറ്റുപറ്റുമോ? അവനെന്നും ഇവനെന്നും ഒരുപാട് അധികാരത്തോടെ പറയുന്നുണ്ടല്ലോ റോഡ്രിഗസ് അച്ഛനെ കുറിച്ച്. പറയുമ്പോ എല്ലാം പറയണം പാപ്പിച്ചേട്ടാ, ധൈര്യത്തോടെ, വാത്സല്യത്തോടെ. നിങ്ങളെ പറഞ്ഞ പുകഴ്ത്തുന്ന റോഡ്രിഗസ് അച്ഛൻ നിങ്ങളുടെ സ്വന്തം മകനായിരുന്നു എന്ന്. എന്തായി കേൾക്കുന്നത്? റോഡ്രിഗസ് അച്ഛൻ ഇയാളുടെ മകനാണെന്നോ? ഇത്രയും കാലം ഇവിടെ നിന്ന് പകരം വന്ന് ഓരോ അച്ഛന്മാരെയും കൊന്നത് നിങ്ങളാണെന്ന് പറയണം പാപ്പിച്ചേട്ടാ. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ, പക്ഷെ എങ്ങനെ? വിഷം വെച്ചിട്ടാണ് അത് വെച്ചത്. നിങ്ങളുടെ വിശ്വാസത്തിൽ തന്നെയാ. നിങ്ങൾ നേർച്ച വെക്കുന്ന വയനായ്പത്തിൽ അച്ഛന്മാരുടെ പങ്കിൽ മാത്രം വിഷം വെച്ചാണ് ഇദ്ദേഹം പെരുന്നാൾ മുടക്കിയിരുന്നത്. ക്രോധം നിറഞ്ഞ പ്രഹരങ്ങളാൽ ഞാൻ അവരോട് പ്രതികാരം ചെയ്യും. ഞാൻ പ്രതികാരം ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവെന്നവരറിയും. വചനങ്ങളുടെ മറവ് പിടിച്ചാൽ മനുഷ്യൻ കർത്താവാകില്ല പാപ്പിച്ചേട്ടാ. അച്ചോ, നിങ്ങൾക്ക് ഇതങ്ങനെ ഇത്ര വ്യക്തമായിട്ട് മനസ്സിലായി?
മൈ സൺ. പൊന്നുമോനെ, ക്രോധം നിറഞ്ഞ പ്രഹരങ്ങളാൽ ഞാൻ അവരോട് കഠിനമായി പ്രതികാരം ചെയ്യും. ഞാൻ പ്രതികാരം ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവെന്നവരറിയും. നിന്റെ ശവത്തിൽ കുത്തിനാട്ടിയ കൊടിമരത്തിലാണ് മോനെ പെരുന്നാളിന്റെ കൊടിയേറ്റം. അത് ഞാൻ സമ്മതിക്കില്ല മോനെ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ കാവൽ നിൽക്കും. നിങ്ങൾ രണ്ടച്ഛന്മാരും എന്താ ഒന്നും മിണ്ടാത്തെ? ഒന്ന് പറയച്ചോ, നിങ്ങൾക്ക് ഇത് എങ്ങനെ മനസ്സിലായി? അത് സെബുവച്ചൻ സെബുവച്ചൻ ഒന്നും പറയാച്ച വേഗം. സബാസ്റ്റ്യൻ ഇന്നലെ ഒരു ദിവ്യദൃഷ്ടിയിൽ കണ്ടതാ. റോം അല്ലേ റോം? എടോ, ഒരു കാരണവരെ പോലെയാ തന്നെ ഞങ്ങൾ എല്ലാവരും സ്നേഹിച്ച്, എന്നിട്ട് താൻ ഞങ്ങളെ എല്ലാവരും വഞ്ചിക്കുമായിരുന്നില്ലേ? വേണ്ട, പാടില്ല. ഇദ്ദേഹം ഒരു ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞതാണ്. ഇനി നിയമത്തിന്റെ വഴി, നന്മയുടെ വഴി. റോഡ്രിഗസ് അച്ഛൻ ഒരു പുണ്യാത്മാവ് തന്നെയായിരുന്നു, അതിൽ യാതൊരു സംശയവുമില്ല. ചിലപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തന്നതും അദ്ദേഹം തന്നെ ആയിരിക്കണം. എടോ ഭാവി DGP, ഞാനാണോ? ഇതാ തൊണ്ടി മുതല. തെളിവില്ലാതെ നിന്നൊരു കേസ് തെളിയിച്ചതിന്റെ ക്രെഡിറ്റ് തനിക്കിരിക്കട്ടെ. എന്റെ കർത്താവേ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അയാളെ കൊണ്ടുപോകണം. അച്ഛന്മാരെ, എല്ലാത്തിനും നന്ദി. ആയിക്കോട്ടെ. ഈശോമിശിഹായി. സെബോച്ചോ, എല്ലാം മംഗളമായി. ഇനി ഞാനത് പറഞ്ഞേ പറ്റൂ. നിങ്ങളെ പരിചയമുണ്ടെന്ന് ഞാൻ കള്ളം പറഞ്ഞിട്ടും നിങ്ങൾ എന്നെ കാട്ടിക്കൊടുത്തില്ല. എനിക്ക് ബിഷപ്പാവാൻ വേണ്ടിയാണ് ഇങ്ങനൊരു നാടകം കളിച്ചതെന്ന് ദിവ്യദൃഷ്ടിയുള്ള പോളച്ചന് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും എന്റെ കൂടെ നിന്ന നിങ്ങളുടെ അനുഗ്രഹം എനിക്കെന്നും ഉണ്ടാവണം. അല്ല, അത് വേണോ? വേണം. എന്നാ ഗബ്രിയേലച്ചൻ പോപ്പായി തീരട്ടെ.